ഈ 3 ദിവസങ്ങളിലും ഈ വേദപഠന ക്ലാസ്സിൽ അധ്യക്ഷം വഹിച്ച് അത് ഏറ്റവും അനുഗ്രഹീതമായി തീരത്തക്കവണ്ണം സമയം അനുവദിച്ച് തന്ന പ്രിയപ്പെട്ട ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, കോളേജ് കാലം മുതൽ എനിക്ക് സുഹൃത്തായിരുന്ന എൻ്റെ അനുജൻ പ്രിയപ്പെട്ട എബി കെ ജോഷുവ അച്ഛൻ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. 10 വർഷം മുൻപാണ് നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് ഇവിടെ വേദപഠനം നടത്തുന്നതിന് ദൈവം സഭയിലൂടെ കൃപ ചെയ്തത്. അന്ന് യേശുവിൻ്റെ അടയാളങ്ങളെ മുൻനിർത്തി അടയാളങ്ങളുടെ തമ്പുരാൻ എന്ന വിഷയത്തിൽ 6 ദിവസം നമുക്ക് ഒരുമിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് ഇടയായി. ഈ 3 ദിവസങ്ങളിൽ ഉപമകളെ അധികരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യ മൊഴി എന്ന വിഷയം പരിചിന്തനം ചെയ്യുന്നതിന് ദൈവം ഇടയാക്കി. നിങ്ങളുടെ പങ്കാളിത്തം, നിങ്ങളുടെ പ്രാർത്ഥന, ഇതൊക്കെ ഇതിൽ അർത്ഥവത്തായിരുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപമകൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യ മൊഴികളാണ്. വിതയിലെ വിനകൾ, വിരുന്നിലെ വിശേഷങ്ങൾ എന്നീ 2 ഉപമകൾ പരിശോധിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷകരാകാനും മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുമുള്ള മാരാമൺ മഹായോഗത്തിൻ്റെ സാമ്പ്രദായികമായ 2 ശക്തീകരണങ്ങളാണ് നമ്മൾ വീണ്ടും ഓർത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തത്. ഇന്ന് അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷൻ്റെ വേറൊരു സാമ്പ്രദായിക ശക്തീകരണമായ വീണ്ടും വരവിനായുള്ള ഒരുക്കം എന്നുള്ള വിഷയമാണ് നമുക്ക് ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിദൂരതയിലെ വിജയി എന്നതാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിൻ്റെ തലവാചകം. വിദൂരതയിലെ വിജയി. മാരാമൺ കൺവെൻഷൻ സമാപിക്കുമ്പോഴുള്ള അവസാന വാക്ക് എന്താണ്? സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ പാടി നമ്മൾ പറയും, ആമേൻ, കർത്താവേ വേഗം വരേണമേ, മാറാനാഥ. മാറാൻ ആഥ. എന്തിനാണിത് പറയുന്നത്? അടുത്ത വർഷം നാം മാരാമൺ കൺവെൻഷനിൽ ഒത്തുകൂടുമോ ഇല്ലയോ എന്നത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം അനുവദിച്ചാൽ, കർത്താവ് വരുവാൻ താമസിച്ചാൽ നമുക്ക് ഈ മണപ്പുറത്ത് വീണ്ടും കാണാം എന്നാണ് നമ്മൾ പറയുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ കാണാം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നാം കാത്തിരിപ്പിൻ്റെ സമൂഹമാണ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് വീണ്ടും വരുന്നതിനെ കാത്തിരിക്കുന്ന സമൂഹം. അതുകൊണ്ട് നമുക്കുള്ള പേര് ഇടവേളയിലെ കാത്തിരിപ്പുകാർ എന്നുള്ളതാണ്. വി ആർ ദി ഇൻ ബിറ്റ്വീൻ പീപ്പിൾ. വി ആർ ദ ഇൻ്ററിം കമ്മ്യൂണിറ്റി. ദ ഇൻ്ററിം ബിറ്റ്വീൻ ജീസസ് അസെൻഷൻ ആൻഡ് ജീസസ് പറൂസിയ, ഹിസ് സെക്കൻഡ് കമ്മിങ്. എന്നാൽ ഈ ഇടവേളയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇടവേളയിലെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിന് ആവശ്യമായ ഉപദേശങ്ങൾ യേശു തന്നെ
3 ഉപമകളിലൂടെ നാമുമായി പങ്കുവച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളും അതിനായി നാം ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് എന്നും വിശദീകരിക്കുന്ന ഉപമകളാണ് വിശുദ്ധനായ മത്തായി 24 അധ്യായം 44 മുതൽ 25 അധ്യായത്തിലുമായി നൽകിയിരിക്കുന്നത്. ഇത് 3rd ബ്ലോക്ക് ഓഫ് പാരബിൾസ് ആണ്. നമ്മൾ പറഞ്ഞു 3 ബ്ലോക്കുകളിലാണ് മത്തായി ഈ പാരബിൾസിനെ, ഉപമകളെയെല്ലാം സംക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഉപമകൾ കർത്താവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് അതിനുള്ള ഒരുക്കത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളായി, മുന്നറിയിപ്പുകളായി നൽകുന്നു. അത് ഒന്ന് ദാസൻ്റെ ഉപമയാണ്, 24 അധ്യായം 44 മുതൽ. രണ്ടാമത്തേത് കന്യകമാരുടെ ഉപമയാണ്. മൂന്നാമത്തേത് താലന്തിൻ്റെ ഉപമയാണ്. ഈ ഉപമകളുടെ ആമുഖമായി യേശു പറയുന്ന വാചകം വളരെ പ്രധാനമാണ്. അത് 24 അധ്യായം 44 വാക്യമാണ്. 24 അധ്യായം 44 വാക്യം: അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. താലന്തുകളുടെ ഉപമ എന്ന് സാധാരണ നാം വിളിക്കുന്ന ഇതിലെ 3ാമത്തെ ഉപമയാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചില ആളുകൾ 25 അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തെ, യേശു അനുഗ്രഹിക്കപ്പെട്ടവരെ ശപിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുന്ന ഭാഗത്തെയും ഉപമയായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ അത് തർക്കവിഷയമാണ്. കാരണം അവിടെ ഉപമ എന്നതിനപ്പുറമായി കർത്താവിൻ്റെ ഒരു നിർദ്ദേശമായി പരിഗണിക്കുകയാണെങ്കിൽ, മത്തായി തൻ്റെ ഉപമകളെല്ലാം സമാപിപ്പിക്കുന്നത് ഈ താലന്തുകളുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. മത്തായി എഴുതിയ 1ാമത്തെ ഉപമ ഏതാണ്? വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. അപ്പോൾ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ തുടങ്ങുകയും താലന്തിൻ്റെ ഉപമയിൽ അവസാനിക്കുകയും ചെയ്യുന്ന താലന്തുകളുടെ ഉപമകളുടെ ക്രോഡീകരണമാണ് മത്തായി നടത്തിയിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിദൂരതയിലെ വിജയി എന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിദൂരതയിലെ വിജയി, ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു, ചാപ്റ്റർ 25 വേഴ്സസ് 14 to 30. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെ. ഇതേ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നു. ലൂക്ക് 19:11 to 27. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അവസാനത്തെ വാക്യം: അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായത്തിലെ ഒരു വാക്യം കൂടി മാത്രം ഇതിനോട് ചേർത്ത് വായിക്കാം. ലൂക്കോസ് 19:11 മുതൽ 27 വരെയാണ്. എന്നാൽ 13ഉം 14ഉം വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച്, അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യ മൊഴി പകർന്നു തന്നല്ലോ. ആ മൊഴി മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളും അംശികളുമായി തീരുമല്ലോ.
അവിടുത്തെ വരവ് വരെയും ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാൻ ഇന്നത്തെ പഠനം ധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഈ രണ്ട് ഉപമകൾ തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. ഒരേ ഒരു പ്രധാന വ്യത്യാസമേ ഉള്ളൂ. അത് മത്തായി എഴുതുമ്പോൾ ഉപമകൾ താലന്തുകൾ നൽകുന്നത് 5, 2, 1 എന്നീ ക്രമത്തിലാണെങ്കിൽ ലൂക്കോസ് 10 പേരെ വിളിച്ച് 10 താലന്ത് അവർക്ക് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ഈ ഉപമ അധികം ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ഒരു ഉപമയാണ്, പ്രത്യേകിച്ച് അക്കാദമിക തലങ്ങളിൽ. അതിന് പ്രധാനമായി 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, ഈ ഉപമയുടെ അർത്ഥം അല്ലെങ്കിൽ ഉപമയുടെ വിശദീകരണത്തിൽ പലിശ മേടിക്കുക, കച്ചവടം ചെയ്യുക, അമിത ലാഭം ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള കച്ചവട പ്രവൃത്തികളെയാണ് ഒരു മുതലാളിത്ത ലാഭ കച്ചവട സംസ്കാരത്തിൻ്റെ ഉപമയായി ഇതിനെ പലരും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഏറ്റവും അവസാനം പറയുന്നതാണ്. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇത്രയും നീതിയില്ലാത്തതും കരുണയില്ലാത്തതും ദൈവരാജ്യ പ്രമാണങ്ങൾക്ക് വിരുദ്ധവുമായ ഒരു പ്രസ്താവന കൊണ്ട് അവസാനിപ്പിച്ച ഒരു ഉപമ എന്ന നിലയിലും അനേകർക്ക് ഈ ഉപമയോട് ഒരു വിപ്രതിപത്തിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ക്യാപിറ്റലിസ്റ്റ് ഉപമയാണ് എന്ന് പറയുന്ന അനേകം എഴുത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആ സമീപനത്തോട് യോജിപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് പഠിക്കുന്നത്. കാരണം ഇത് ക്യാപിറ്റലിസം ആണെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു ദൈവരാജ്യം ഞങ്ങളുടെ അമ്മ ദോശ ചുടുന്ന പോലാണെന്ന്, ഇല്ലേ? യേശു പറഞ്ഞു ദൈവരാജ്യം അമ്മ പുളിമാവെടുത്ത് 3 പറ മാവിൽ അത് മുഴുവൻ പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അപ്പം മാവ് പുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് കറപ്റ്റാകുക എന്നർത്ഥം. അപ്പോൾ ഈ ഉപമ ക്യാപിറ്റലിസത്തെക്കുറിച്ചാണെങ്കിൽ പുളിച്ച മാവിൻ്റെ ഉപമ എന്തുവാണ്? കറപ്ഷനെ കുറിച്ചാണ്. പിന്നെ അതും പറയാൻ ഒക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഉപമയുടെ ഏതെങ്കിലും ഒരു അംശം എടുത്ത് അത് ക്യാപിറ്റലിസമാണ്, കറപ്ഷനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം ഈ ഉപമ പറഞ്ഞ പശ്ചാത്തലവും ഉപമ എഴുതിയ പശ്ചാത്തലവും നാം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ഉപമയെ അടിസ്ഥാനപ്പെടുത്തി വിദൂരതയിലെ വിജയി എന്ന വിശേഷ ഭാഷണത്തിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1, വഴിയാത്ര പോയവൻ. 2, വിരുത് പ്രാപിച്ചവർ. 3, വഴി അടച്ചവൻ. 4, വഴിക്കണ്ണ് ഉള്ളവർ. ഞാൻ ഒന്നുകൂടെ പറയുന്നു. വഴിയാത്ര പോയവൻ, വിരുത് പ്രാപിച്ചവർ, വഴി അടച്ചവർ, വഴിക്കണ്ണ് ഉള്ളവർ. 1, വഴിയാത്ര പോയവൻ. ഈ ഉപമ ഞാൻ വായിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവോ? നമുക്കെല്ലാം പച്ചവെള്ളം പോലെ അറിയാം എന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോയി, ഒരു മനുഷ്യൻ രാജത്വം പ്രാപിക്കാനായി യാത്ര പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപമ യേശു ആരംഭിക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ ഇതിന് അന്ന് നടന്ന, യേശുവിൻ്റെ കാലത്തിന് മുമ്പ് നടന്ന ഒരു രാജവാഴ്ചയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഈ ഉപമ അടിസ്ഥാനപരമായി പറഞ്ഞു വയ്ക്കുന്നത് യേശുവിന് ഒരു രാജത്വം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരാനായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപമ ആരംഭിക്കുന്നത്. ഈ 3 ദിവസത്തെ ഉപമകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാതെ പറഞ്ഞു വെച്ചത് മത്തായിയുടെ സുവിശേഷം മുഴുവൻ വായിക്കണമെന്നാണ്. കാരണം മത്തായി ഈ ഉപമകളെ ക്രോഡീകരിച്ച് വച്ചിരിക്കുന്നത് യേശു ദൈവരാജ്യത്തിൻ്റെ രാജാവാണ് എന്ന് വിളിച്ചു പറയാനാണ്.
അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഗോസ്പൽ ഓഫ് മാത്യു ഏതാണെന്നറിയാവോ? രാജാവ് എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ളതാണ് ഈ സുവിശേഷത്തിലെ ആദ്യത്തെ ചോദ്യം. ആരോടാ ചോദിച്ചത്? റോമൻ രാജാവിനോടാണ് ചോദിച്ചത്. റോമൻ രാജാവ് ഉടനെ ആരെ വിളിച്ചു? യഹൂദ മതപുരോഹിതരെ വിളിച്ചു. അപ്പോൾ രാജാവ് എവിടെ എന്നുള്ള അന്വേഷണം ആരംഭിക്കുന്നത് ആരാണ്? റോമൻ ഭരണ നേതൃത്വവും ഇസ്രായേലിലെ മത നേതൃത്വവും ഒരുമിച്ച് രാജാവിനെ അന്വേഷിക്കുകയാണ്. അവരുടെ അന്വേഷണം 2-ാം അധ്യായത്തിൽ തുടങ്ങി. എന്നാൽ അവരറിയാതെ വേറെ ഒരു സമാന്തരമായി 3-ാം അധ്യായം മുതൽ കാര്യങ്ങൾ നടക്കുന്നു. എന്താണ്? ഈ രാജാവിനെ ദൈവപുത്രനായി അഭിഷേകം ചെയ്തു. ഈ രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ വഴികൾ എന്താണ് എന്ന് നിശ്ചയിച്ചു. ഈ രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ വിളംബരമായി ഗിരിപ്രഭാഷണം നടത്തി. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞ കാര്യങ്ങൾ. ഇന്നലെ 22-ാം അധ്യായത്തിൽ വിരുന്നിലേക്കുള്ള ക്ഷണം നൽകിക്കൊണ്ട് ഈ രാജാവ് ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രാജ്യം ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. I am extending to you a gracious offer. If you receive it, you will be graciously blessed. If you are taking it for granted, you will be disgraced. എന്നിട്ട് 23-ാം അധ്യായത്തിലെ അവസാന വാചകം പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇന്നലെ യേശു പറഞ്ഞു, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് അവസാനമായി ഒരവസരം കൂടെ തരുന്നു. എന്നാൽ 24, 25, 26 അധ്യായങ്ങൾ, 24, 25 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു വീണ്ടും പറയുന്നു, എന്നെ സ്വീകരിക്കാത്ത ഈ ദേവാലയം പൊളിഞ്ഞു പോകും. പിന്നെ യേശുവിൻ്റെ കൗണ്ടർ റെസ്പോൺസസ് ആണ് ഒരധ്യായം മുഴുവൻ. 23, 24 അധ്യായങ്ങൾ നമ്മൾ വായിക്കണം. സദൂക്യരെ, പരീശന്മാരെ വീണ്ടും വീണ്ടും യേശു കടന്നാക്രമിക്കുന്നത്, അവരെ അങ്ങനെ ആക്രമിച്ചെങ്കിലും അവർ തൻ്റെ വചനം കേൾക്കുമോ എന്ന് പരിശോധിക്കാനാണ്. 25-ാം അധ്യായത്തിൽ യേശു ലോകാവസാനത്തെക്കുറിച്ച്, തൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയുന്നു. 26, 27, 28 അധ്യായങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. 2-ാം അധ്യായത്തിൽ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? രാജാവ് എവിടെ? യഹൂദന്മാരുടെ രാജാവ് എവിടെ? അതിന് റോമൻ ഭരണാധികാരികളും യഹൂദ മത നേതൃത്വവും 2-ാം അധ്യായത്തിൽ തുടങ്ങിയ അന്വേഷണം ആരംഭിച്ചിട്ട് അവരുത്തരം കണ്ടെത്തി. എന്നിട്ട് അവരുത്തരം എഴുതി വെച്ചു. എവിടെ? INRI, യഹൂദന്മാരുടെ രാജാവായി, ദൈവരാജ്യത്തിൻ്റെ പുതിയ രാജാവായി ലോകത്തിൽ വന്ന് തൻ്റെ രാജ്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ച ഈ രാജാവിനെ 2-ാം അധ്യായത്തിൽ ആരംഭിച്ച അന്വേഷണം പോലെ റോമൻ ഭരണ നേതൃത്വവും യഹൂദ മത നേതൃത്വവും കൂടി തല്ലിക്കൊന്ന് കുത്തി കുരിശിൽ കയറ്റിയിട്ട് മുകളിൽ എഴുതി വെച്ചു, ഇതാ രാജാവ്. INRI, യേസസ് നേസവൻസ് റെക്സ് ഇഡൂറം, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജാവ് ദേഹ കിടക്കുന്നു. എന്നാൽ മത്തായി 28-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഈ രാജാവ് രാജത്വം പ്രാപിക്കാനായി പോകുന്നു. അവൻ മലയിൽ കയറി ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം, ഈ രാജ്യത്തിൻ്റെ അടയാളമായി മാറണം. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കുകയും അവസാനത്തിൽ നിങ്ങൾക്കൊപ്പം തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം രചിക്കപ്പെട്ടിരിക്കുന്നത് രാജാവായി പിറന്നവനെ അന്വേഷിച്ച് കൊലപ്പെടുത്തിയെങ്കിലും ആ രാജാവ് ദൈവരാജ്യത്തിൻ്റെ രാജാവായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരും.
അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരും. അതുകൊണ്ട് താൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ഒരു ഉപമ യേശു പറയുമ്പോൾ മത്തായി എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ഈ അവസാനം കൂടെ വായിച്ചിട്ട് വരണം. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുവാണ് ഈ ഉപമ പറയുന്നത് എന്നുള്ള ബോധ്യത്തിൽ ഈ ഉപമ യേശു മത്തായി അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വഴിയാത്ര പോയവൻ എന്നുള്ള വിഷയത്തിൽ നമുക്ക് 4 പ്രധാന കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ രാജത്വം പ്രാപിക്കാൻ പോയ മനുഷ്യൻ, പ്രധാന കഥാപാത്രം, 4 കാര്യങ്ങൾ നമുക്കിവിടെ കാണാം ഈ യാത്രയെ സംബന്ധിച്ച്. 1, ഇത് വീണ്ടും വരാനുള്ള യാത്രയാണ്. 2, വിശ്വസ്തരെ കണ്ടെത്തിയുള്ള യാത്രയാണ്. 3, വിരോധികൾ എഴുന്നേറ്റ യാത്രയാണ്. 4, വീണ്ടും വരുന്ന യാത്രയാണ്. അതിശയ വഴിയായ യാത്രയാണ്. വീണ്ടും വരാനുള്ള യാത്രയാണ്, വിശ്വസ്തരെ കണ്ടെത്തിയുള്ള യാത്രയാണ്, വിരോധികൾ എഴുന്നേറ്റ യാത്രയാണ്, വിടവ് അവസാനിപ്പിക്കുന്ന യാത്രയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഈ കഥാപാത്രം വീണ്ടും വരാനുള്ളയാളാണ്. അതുകൊണ്ട് ഉപമ ആരംഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയി. ഈ പോക്ക് ഒറ്റപ്പോക്കല്ല. ഈ പോക്ക് വീണ്ടു വിചാരമില്ലാത്ത യാത്രയല്ല. ഹി ഹാസ് ഗോൺ ഫോർ എ പർപ്പസ് ആൻഡ് ഹി വിൽ കം ബാക്ക്. ഈ ഭൂമിയിൽ അവൻ പ്രാപിച്ച രാജത്വം ഒരു ചെറിയ കൂട്ടം ആളുകളുടെ മുൻപിലാണെങ്കിൽ ഇനിയും അവൻ്റെ വരവ് രാജാവായി ആണ് എന്നത് ഇവിടെ പ്രസ്താവിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പെട്ടെന്ന് പറഞ്ഞു പോകും. വീണ്ടും വരാനുള്ള യാത്രയാണ്. 2, വിശ്വസ്തരെ കണ്ടെത്തിയുള്ള യാത്രയാണ്. ഈ ഉപമയിൽ നാം കാണുന്നു, ഈ യാത്ര പോകുന്ന, രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ യാത്ര പോകുന്നയാൾ, അദ്ദേഹത്തിന് അറിയാം ഒരു ഇൻ്റർവെൽ ഉണ്ടാകും, ഒരു ഇടവേള ഉണ്ടാകും. തൻ്റെ പോക്കിനും മടങ്ങിവരവിനും ഇടയിൽ ഒരു കാലമുണ്ട്. ആ കാലം വെറുതെ ഇരിക്കുന്ന, ശൂന്യമാകുന്ന കാലമല്ല. തൻ്റെ രാജ്യവും താല്പര്യങ്ങളും പങ്കിടുന്ന മറ്റുള്ളവരെ തൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു യാത്രയാണ്. അതിനാരെയാണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്? തനിക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു കൂട്ടം ആളുകളെ. സോ the person chosen some faithful people and entrusted all that he had with them. തനിക്കുള്ള എല്ലാം അവരെ ഏൽപ്പിച്ചതിന് ശേഷം അവരെ വിശ്വസ്തരെണ്ണി അവൻ യാത്ര പുറപ്പെട്ടു. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് മടങ്ങി വരാനുള്ള യാത്രയാണ്, വിശ്വസ്തരെ കണ്ടെത്തിയുള്ള യാത്രയാണ്. 3-ാമത്തേത് വിരോധികൾ എഴുന്നേറ്റ യാത്രയാണ്. അത് ലൂക്കോസാണ് പറയുന്നത്. ഈ ആൾ രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോകുന്ന നിമിഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു ഡെലിഗേഷൻ പോയി. എന്തിനാണ്? ഇയാൾ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ ഉയരുന്ന യാത്രയാണ്, വിരോധികൾ ഉണ്ടാകുന്ന യാത്രയാണ്. മത്തായി ഈ വേദഭാഗം എഴുതുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 13-ാം അധ്യായം മുതലുള്ള ഉപമകളുടെ എല്ലാം പിന്നിൽ യേശുവിനെതിരെ നിരന്തരമായി ഉണ്ടാകുന്ന എതിർപ്പുകളും വെല്ലുവിളികളുമാണ്. ഒടുവിൽ കൊന്നിട്ടാണ് രാജാവെന്ന് എഴുതി വെക്കുന്നത്. ഫോർ വാട്ട്? വൈ? ഈ ലോകത്തിൽ എന്തെങ്കിലും ദുഷ്ടത പ്രവർത്തിച്ചത് കൊണ്ടാണോ യേശുവിനെതിരെ എതിരാളികൾ ഉണ്ടായത്? ഈ ലോകത്തിലെ ഏറ്റവും അധമനായ ആളായതുകൊണ്ടാണോ യേശുവിനെ കൊന്ന് കുരിശിലേറ്റിയത്? പാപമില്ലാത്തവനെ, കുറ്റമില്ലാത്തവനെ, ദ്രോഹം ചെയ്യാത്തവനെ എന്തിന് ശത്രുവായി കരുതുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ.
the kingdom of God will not be accepted in the world unconditionally. ദൈവരാജ്യത്തിന് ഒരു കാലത്തും ഈ ലോകത്തിൽ നിരുപാധികമായ സ്വീകരണം ഉണ്ടാവില്ല. അത് മാത്രവുമല്ല, there will be intense opposition. And the world will say he is not needed, and the world will say he is not relevant. ഇവൻ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇവൻ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറ്റും. He is not essential. He is not relevant. വിരോധികൾ എഴുന്നേറ്റ യാത്രയാണ്. നാലാമത്, വിടവ് അവസാനിപ്പിക്കുന്ന യാത്രയാണ്. ഒരു കൂട്ടം ആളുകൾ എതിർത്തു എന്നതുകൊണ്ടോ കാലതാമസം വന്നു എന്നതുകൊണ്ടോ എഴുതി തള്ളാവുന്ന ഒരു യാത്രയല്ല ഈ ആൾ പോയത്. ആ ആൾ മടങ്ങി വന്നു എന്നതാണ് ഈ ഉപമ. എന്നാൽ എപ്പോഴാണ്? Nobody knows. Nobody knows when it will happen. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്ന് നമ്മൾ നിരന്തരമായി പറയുന്നത്. അതുകൊണ്ട് we do not know the time, but we know that it will happen. അതുകൊണ്ട് ഈ കാത്തിരിക്കുന്ന സമൂഹത്തിന് 3 കൊച്ചു സവിശേഷതകളുണ്ട്. The waiting community is an assured community. എന്താണ് assurance? അവൻ മടങ്ങി വരും. This waiting community is an expectant community. ഇത് പ്രതീക്ഷയുള്ള ഒരു സമൂഹമാണ്, ഉറപ്പുള്ള സമൂഹമാണ്, പ്രതീക്ഷയുള്ള സമൂഹമാണ്. 3, it is an ignorant community. വിവരക്കുറവുള്ള സമൂഹമാണ്. വിശ്വാസികളുടെ സമൂഹം വീണ്ടും വരവിനെ സംബന്ധിച്ച് ഉറപ്പുള്ളവരാണ്, പ്രതീക്ഷയുള്ളവരാണ്, വിവരക്കുറവുള്ളവരാണ്. ആ വിവരക്കുറവാണ് നമ്മുടെ മഹിമ. The ignorance about God's timing is our speciality, not foolishness. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതറിയാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. We are an expectant community. We are an assured community. We are an ignorant community while we are waiting. And that should be so. There should be a divine ignorance. വിശുദ്ധമായ വിവരക്കുറവുകളുള്ളവരായി ഒരു വിശ്വാസ സമൂഹമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നാണ് വേദപുസ്തകം നമ്മോട് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം, വീണ്ടും വരവിൽ വിരുദ്ധരായി തീർന്നവർ, വീണ്ടും വരവിൽ വിജയികളായി തീർന്നവർ, വീണ്ടും വരവിൽ വിരുദ് പ്രാപിച്ചവർ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 10 ദാസന്മാർക്കാണ് താലന്ത് കൊടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 3 പേർക്കാണ്. എന്നാൽ 2 സുവിശേഷകർ ഒരുപോലെ പറയുന്നു, 3 പ്രതികരണങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. സ്വാഭാവികമായും ലൂക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് 10 പ്രതികരണം ഉണ്ടാകാം. എന്നാൽ 3 പ്രതികരണം മാത്രമേ നമ്മൾ ഈ 2 സുവിശേഷങ്ങളിലും വായിക്കുന്നുള്ളൂ. 2 പേർ ഇതിൽ വിരുദ് പ്രാപിച്ചു. എന്തുകൊണ്ടാണ് അവർ വിരുദ് പ്രാപിച്ചത്? അവർ വിരുദ് പ്രാപിച്ചത് അവർ താലന്തിനെ 100 മേനി വിളയിച്ചത് കൊണ്ടാണ്. വിരുദ് പ്രാപിച്ചവർ താലന്തിനെ 100 മേനി വിളയിച്ചു. അപ്പോൾ പ്രധാനമായ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ താലന്ത്? താലന്ത് എന്ന് പറയുന്നതിനെ നാം ആക്ഷരികമായി പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അത് എത്ര രൂപയാണ്, എത്ര കിലോ വെള്ളിയാണ്? ആ ചോദ്യങ്ങൾക്കപ്പുറമായി ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം. ഈ താലന്ത് എന്ന് പറഞ്ഞത് എന്താണ്? വാട്ട് ദ ലോർഡ് ഹാസ് ലെഫ്റ്റ് വിത്ത് ഹിസ് ഫെയ്ത്ത്ഫുൾ സർവൻസ്.
അല്ലേ? രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയാൽ തൻ്റെ വിശ്വസ്തരായ മനുഷ്യരെ ഏൽപ്പിച്ച തൻ്റെ നിക്ഷേപമാണ് ഈ താലന്ത്. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത താലന്ത് എന്താണ്? എത്ര കിലോ സ്വർണമാണ്? എത്ര രൂപയാണ്? സോ ടാലൻറ്റ് ഈസ് നോട്ട് മണി ഓർ ടാലൻസ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്തു ചെയ്യണം? ഞാൻ പറഞ്ഞതൊക്കെ പഠിപ്പിക്കണം, ശിഷ്യരാക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എനിക്കുള്ളത് എന്താണ്? ഈ ദൈവരാജ്യത്തിൻ്റെ വചനമാണ്, ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്, ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. സോ ഇറ്റ് ഈസ് ദ ഗോസ്പൽ ആൻഡ് മിഷൻ ദാറ്റ് ഈസ് ബീയിങ് ഗിവൺ ടു ഹിസ് ഫെയ്ത്ത്ഫുൾ സെർവൻസ്. അപ്പോൾ താലന്ത് എന്ന് പറയുന്നതിനെ നമ്മൾ സുവിശേഷവും ശിഷ്യത്വവുമായി മനസ്സിലാക്കുമ്പോൾ ഈ താലന്തിൻ്റെ ഉപമയ്ക്ക് വേറൊരു അർത്ഥതലം വന്നെത്തും. കാരണം കർത്താവിൻ്റെ കയ്യിൽ കാശൊന്നുമില്ലായിരുന്നു കൊടുത്തേച്ച് പോകാൻ. ഹി ഹാഡ് ഓൺലി ദ വേർഡ്സ് ആൻഡ് ദ ക്രൂസിഫൈഡ് എക്സ്പീരിയൻസ്. കുരിശിക്കപ്പെടുന്ന അനുഭവവും കുരിശിലേക്ക് നയിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വചനവും അല്ലാതെ ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ ഒന്നും കൊടുത്തില്ല. ആ താലന്താണ് ഈ ഉപമയിലെ താലന്ത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ വീണ്ടും വരവിൽ വിരുദ്ധരായ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. വിരുദ് നേടിയ ദാസന്മാർ എന്തുകൊണ്ടാണ് വിരുദ് നേടിയത് എന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, അവർ അസാന്നിധ്യത്തിലെ സാന്നിധ്യമാണ്. അവർ അസാന്നിധ്യത്തിലെ അമരക്കാരാണ്. അസാന്നിധ്യത്തിലെ അമരക്കാർ, ഡിസ്റ്റിങ്ക്ട് പ്രസൻസ് ഇൻ ദ മാസ്റ്റേഴ്സ് ആബ്സെൻസ്. 2, അപ്രിയ കാലത്തിലെ വിശ്വസ്തരാണ്. അപ്രിയ കാലത്തിലെ വിശ്വസ്തരാണ്, ഡെയറിങ് പ്രസൻസ് ഇൻ മാസ്റ്റേഴ്സ് ആബ്സെൻസ്. 3, അനിശ്ചിത കാലത്തിലെ അധ്വാനികളാണ്. ഡിലിജൻറ്റ്, ഞാൻ പിന്നെ പറയാം, ഡിലിജൻറ്റ് പ്രസൻസ് ഇൻ മാസ്റ്റേഴ്സ് ആബ്സെൻസ്. അവസാനമായി ആഘോഷത്തിൻ്റെ അവകാശികളാണ്, ഡിസ്റ്റിങ്ക്ട് ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ ജോയ് ഓഫ് ഹെവൻ. 1, വിരുദ പ്രാപിച്ചവർ അസാന്നിധ്യത്തിലെ അമരക്കാരാണ്. യേശു 2 ദാസന്മാരെ അഭിനന്ദനാർഹമായി അവതരിപ്പിക്കുന്നു. അവർ എന്തു ചെയ്തു? അവർ യജമാനൻ്റെ അസാന്നിധ്യത്തിൽ യജമാനൻ്റെ സാന്നിധ്യമായി പൊതു ഇടങ്ങളിൽ നിന്നു. അവർ യജമാനൻ അകലെയായിരുന്നപ്പോൾ അകലെയായിരിക്കുന്ന യജമാനൻ്റെ സജീവ പ്രതിനിധികളായി ഈ പൊതു ഇടത്തിൽ നിന്നു. In other words, in his absence, they had become his presence in the world. So they are the distinct presence when the master is at a distant place. യേശു പറയുന്നു, ഈ യജമാനൻ പുറപ്പെട്ട ഉടനെ അവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ there should not be any absence felt in this world of the master. ഈ ലോകത്തിൽ ഈ യജമാനൻ്റെ അസാന്നിധ്യം ഒരു നിമിഷം പോലും അനുഭവിക്കാതെ വണ്ണം ഉണ്ടാകാതെ വണ്ണം അവർ ആ യജമാനൻ്റെ സ്ഥാനമേറ്റെടുത്തു. പകരക്കാരായി, പ്രതിനിധികളായി. Because a servant is known by the master's absence. ഒരു ദാസൻ തിരിച്ചറിയപ്പെടുന്നത് യജമാനൻ്റെ അസാന്നിധ്യത്തിലാണ്. നേരിട്ടുള്ള സൂപ്പർവിഷൻ ഇല്ലാതിരിക്കുമ്പോൾ നാം ആരാണ് എന്നുള്ളതാണ് നാം ആരാണ് എന്ന് തിരിച്ചറിയുന്നത്.
ഞാൻ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ അധ്യാപകനായി എന്നെ സഭ നിയോഗിച്ച് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനിയെ ചെന്ന് കണ്ടു. അപ്പോൾ തിരുമേനി എന്നോടൊരു UTC കഥ പറഞ്ഞു. തിരുമേനി UTCയിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട പരീക്ഷ നടന്നു. ആ പരീക്ഷയ്ക്ക് ഒരു വിദേശി മിഷണറിയാണ് അന്ന് അധ്യാപകൻ. അദ്ദേഹം വന്നു, എല്ലാവർക്കും ആൻസർ സ്ക്രിപ്റ്റ് കൊടുത്തു, ക്വസ്റ്റ്യൻ പേപ്പറും കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് 3 മണിക്കൂറാണ് പരീക്ഷ. ഇത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, അവർ പട്ടക്കാരായി തീരാൻ പോകുന്നവരാണ്. അപ്പോൾ ചോദ്യപേപ്പറും ഉത്തരക്കടലാസും കൊടുത്തതിന് ശേഷം ഈ അധ്യാപകൻ ആ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് തിരിച്ചു വരുന്നത് 3 മണിക്കൂർ കഴിഞ്ഞാണ്. വലിയ പ്രശ്നമായി. എന്താ പ്രശ്നം? ഇൻവിജിലേഷൻ ഇല്ലാതെ പരീക്ഷ നടത്തി. അപ്പോൾ അദ്ദേഹം ഫാക്കൽറ്റി മീറ്റിങ്ങിൽ പറഞ്ഞു, ഇത് ഇവരുടെ അവസാനത്തെ പരീക്ഷയാണ്, ഫൈനൽ ഇയറാണ്. അടുത്ത ആഴ്ച നമ്മൾ ഇവർക്കെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്താണ് സർട്ടിഫിക്കറ്റ്? നിങ്ങളുടെ സഭ ഇവരെ വിശ്വസിച്ച് 100 വീടുള്ള പള്ളികൾ കൊടുക്കാം, 1000 വീടുള്ള പള്ളി കൊടുക്കാം എന്ന് നമ്മൾ എഴുതി കൊടുക്കും. അപ്പോൾ 1000 വീടുള്ള പള്ളി കൊടുക്കാൻ ഇവർ വിശ്വസ്തരാണെന്ന് നമ്മൾ അവർക്ക് എഴുതി കൊടുക്കും. പക്ഷേ 100 മാർക്കുള്ള ഒരു പരീക്ഷ കടലാസ് അവർക്ക് കൊടുക്കാനുള്ള ധൈര്യം നമുക്ക് ഇല്ല. 100 മാർക്കുള്ള ഒരു പരീക്ഷ എഴുതുന്നതിലെ വിശ്വസ്തതയാണ് 1000 വീടുള്ള പള്ളി നോക്കാൻ കഴിവുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഞാൻ പിന്നെ ഏത് ക്ലാസ്സും ഏത് സെമസ്റ്ററിലും ആരംഭിക്കുമ്പോൾ ആദ്യം എൻ്റെ ക്ലാസ്സിലുള്ളവരോട് എൻ്റെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കഥ പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈം, until and unless you disprove me, I will take you on your face value. Because until and unless you trust the other, you will not progress. ഇവിടെ യേശു തൻ്റെ അസാന്നിധ്യത്തിൽ ഈ 2 കൂട്ടം ആളുകൾ അവർ വിശ്വസ്തരായി മാറി. ബിക്കോസ് they took over. ദൈവരാജ്യത്തിൻ്റെ പവർ ഓഫ് അറ്റോർണിയായി, ദൈവരാജ്യത്തിൻ്റെ രാജാവിന് പകരം അവർ അവിടെ വിശ്വസ്തരായി നിന്നു തൻ്റെ അസാന്നിധ്യത്തിൽ. ദാറ്റ് ഇൻ്ററിം പ്രൂവ്ഡ് their worthiness. ഈ ഇടവേള, ഈ രാജാവില്ലാതിരുന്ന കാലം അവരുടെ വിശ്വസ്തതയുടെ മാറ്റാണ് തെളിയിക്കുന്നത്. They became the distinct presence when the master was distant. 2, അപ്രിയ കാലത്തിലെ വിശ്വസ്തർ. അപ്രിയ കാലത്തിലെ വിശ്വസ്തർ. ഡെയറിങ് പ്രസൻസ് ഇൻ ട്രൈയിങ് സിറ്റുവേഷൻസ്. നമുക്കറിയാം, ഈ ഫിൽ ഇൻ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണെങ്കിലും ഓക്കെ. ഇപ്പോൾ യജമാനൻ പോയി, കുറച്ച് സമയമുണ്ട്, ആ ഇടവേളയിൽ യജമാനന് പകരം പവർ ഓഫ് അറ്റോർണിയായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല, എങ്കിലും താരതമ്യേന എളുപ്പമാണ്. എന്നാൽ അത് മാത്രമല്ല ഇവിടെ സംഭവിച്ചത്. ഈ രാജാത്വം പ്രാപിച്ച് മടങ്ങി വരാൻ ഇയാൾ പോയ അന്ന് ഒരു പൊളിറ്റിക്കൽ പ്ലോട്ട് നടന്നു. ആ ദേശത്തിലെ പ്രതിനിധികൾ, പൗരന്മാർ, അവർ സംഘടിച്ച് രാഷ്ട്രീയമായി ഒരു നിവേദനം പ്രതിനിധി സംഘത്തെ അയച്ചു. ഞങ്ങൾക്ക് ഈ രാജ്യം അവകാശമില്ല, ആവശ്യമില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, യജമാനൻ ഇൻവിസിബിളാണ്, എന്നാൽ യജമാനൻ അൺപോപ്പുലറാണ്. പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഹാസ് ഇൻക്രീസ്ഡ്. ഈ രാജാവിനെതിരെ രാഷ്ട്രീയമായ എതിരാളികൾ വർദ്ധിക്കുകയും രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അനുകൂലമല്ലാതായി. അപ്പോൾ ഈ 2 ദാസന്മാർ എന്ത് ചെയ്തു? When the political climate was not
comfortable and convenient. They did not run away. They had the daring presence in the public space. ഇല്ലാത്ത രാജാവിനെ പ്രതിനിധീകരിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് രാഷ്ട്രീയമായി എതിർക്കപ്പെടുന്ന രാജാവിൻ്റെ പ്രതിനിധികളായിരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇവരും അൺപോപ്പുലർ ആകും. ഇവർ ഈ രാജ്യത്തിൻ്റെ ബിസിനസ് ചെയ്താൽ ആ ബിസിനസ്സിന് യാതൊരു പുരോഗതിയും ഇല്ലാതെ പോകും. ഒരുപക്ഷെ അവരും തൻ്റെ യജമാനനെ പോലെ എതിർക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ യജമാനന് അപ്രിയം വർദ്ധിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വിരുദ് പ്രാപിച്ചവർ എന്ത് ചെയ്തു? അവർ ധൈര്യപൂർവം ഈ യജമാനന് വേണ്ടി ആ രാജ്യത്ത് നിന്നു. ഡെയറിങ് പ്രസൻസ് ഇൻ എ പൊളിറ്റിക്കൽ റിവോൾട്ടിംഗ് സിറ്റുവേഷൻ. യജമാനൻ അപമാനിക്കപ്പെട്ടപ്പോഴും അവന് വേണ്ടി നിലകൊള്ളുന്നവരാണ് അപ്രിയ കാലത്തിലെ വിശ്വസ്തർ. യജമാനൻ്റെ അസാന്നിധ്യത്തിലെ സാന്നിധ്യം മാത്രമല്ല, യജമാനൻ അപമാനിക്കപ്പെടുന്ന അപ്രിയ കാലത്തിലെ ധീരരായ സാന്നിധ്യമാണ് ഈ വിരുദ് പ്രാപിച്ചവർ. ഡെയറിങ് പ്രസൻസ് ഇൻ എ പൊളിറ്റിക്കലി ഹോസ്റ്റൈൽ ക്ലൈമറ്റ്. 3, അനിശ്ചിത കാലത്തിലെ അധ്വാനികൾ. അനിശ്ചിത കാലത്തിലെ അധ്വാനികൾ. ഡിലിജൻറ്റ് പ്രസൻസ് ഇൻ ഡിലേയ്ഡ് ടൈംസ്. ഡിലിജൻറ്റ് പ്രസൻസ് ഇൻ ഡിലേയ്ഡ് ടൈംസ്. എന്ന് യജമാനൻ വരും എന്ന് തിട്ടമില്ലാത്ത അനിശ്ചിത കാലത്തിൽ ദാസന്മാർക്ക്, വിരുദ് പ്രാപിച്ചവർക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. ഈച്ച് ഡിലേയ്ഡ് മോമെൻറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക്. യജമാനൻ താമസിക്കുന്നല്ലോ ഇനി എപ്പോൾ വരും എന്നറിയാതെ അവർ മാറിയിരിക്കുകയല്ല. യജമാനൻ താമസിക്കുന്ന ഓരോ നിമിഷത്തെയും അവർ യജമാനന് വേണ്ടി ഇടപെടുന്ന, അധ്വാനിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റി. സോ ഫോർ ദം ദ ഡിലേ ഈസ് ഫോർ ഡിലിജൻറ്റ് പ്രസൻസ്. ഡിലേ ഈസ് നോട്ട് ഫോർ ഡെസ്പെൻഡൻസി but for diligent work. ഈ വിരുദ് പ്രാപിച്ചവർ, they are distinct presence, daring presence and diligent presence. അതുകൊണ്ട് അവർ ദൈവരാജ്യത്തിൻ്റെ ആഘോഷത്തിൻ്റെ അവകാശികളായി. യജമാനൻ തിരിച്ചു വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. ബിക്കോസ് യു വേർ മൈ വർതി പ്രസൻസ് വെൻ ദ ഹോൾ വേൾഡ് സെഡ് ഐ ആം ദ മോസ്റ്റ് അൺവർതി പേഴ്സൺ. നിങ്ങൾ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാണ് യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നവർ? അവർ ഇടവേളയിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. 3-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. വഴി അടച്ചവൻ. ഒരു താലന്ത് ലഭിച്ചവൻ വന്നു. 2 കാര്യങ്ങൾ പറഞ്ഞു. 1, വെറുമയാക്കിയ നിക്ഷേപം. 2, വെറുപ്പിൻ്റെ ആക്ഷേപം. വെറുമയാക്കിയ നിക്ഷേപം, വെറുപ്പിൻ്റെ ആക്ഷേപം. ഒരു താലന്ത് ലഭിച്ചവൻ വരുന്നു. അയാൾ ഒന്നും നഷ്ടപ്പെടുത്തിയില്ല, പക്ഷെ ഒന്നും നേടിയതുമില്ല. കാരണം അങ്ങേർ ഒരു തരത്തിൽ ബുദ്ധിമാനായിരുന്നു. അങ്ങേർക്ക് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. എല്ലാവരെയും പ്രസാദിപ്പിക്കണം, തനിക്കൊരു കുഴപ്പവും വരരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കണം. എസ്പെഷ്യലി ഇൻ എ പൊളിറ്റിക്കലി ട്രിക്കി സിറ്റുവേഷൻ. രാഷ്ട്രീയമായി യേശുവിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും എതിരാളികൾ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ യേശുവിനെയും യേശുവിൻ്റെ എതിരാളികളെയും പ്രസാദിപ്പിക്കാമെന്നാണ് അയാൾ കണക്ക് കൂട്ടിയത്. എങ്ങനെ?
അയാൾ വിചാരിച്ചു, ഞാനിപ്പോൾ ഇതും കൊണ്ടിറങ്ങിയാൽ സാഹചര്യം മോശമാണ്, സാഹചര്യം അനുകൂലമല്ല, പൊളിറ്റിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ഉള്ളതൂടെ പോവും. ഉള്ളതൂടെ പോയാൽ മറ്റേ പുള്ളി വരുമ്പം ഞാൻ തന്നത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ രണ്ടിടത്തു നിന്നും അടി കിട്ടും. മനസ്സിലായോ? അപ്പോൾ എന്തോ ചെയ്യണം? ഒന്നും ചെയ്യരുത്. സോ ഹിസ് പാസിവിറ്റി ഈസ് എ പ്ലോയ് ടു പ്ലീസ് എവരിബഡി. His inactivity is a careful and intelligent act. നിങ്ങൾ ചിലപ്പോഴൊക്കെ ടി വി കാണുമ്പോൾ കാണുമല്ലോ, ഒരുത്തൻ ചോക്ലേറ്റിൽ നിന്നുകൊണ്ട് നിൽക്കുന്നു, മോനെ നന്നായി ഒന്നും ചെയ്യാഞ്ഞത്. ആ പണിയാ. Because he wants to please everybody. He wants to secure his safety in a politically tricky situation, and he wants to please the political opponents and the master at the same time. എന്നിട്ട് വന്നിട്ട് പറയാണ്, ദേ നീ തന്നത് ഞാൻ അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വെറുമയായി പോയ നിക്ഷേപം. ഏൽപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ ദൗത്യം കുഴിച്ചിട്ടവൻ ഇങ്ങനെ തനിക്ക് ലഭിച്ച ദൗത്യത്തെയും സുവിശേഷത്തെയും അയാൾ വെറുമയാക്കി കളഞ്ഞു. He buried the gospel and the kingdom, fearing that he will be lost. അവന് ദോഷം വരുമല്ലോ എന്ന് വിചാരിച്ച് അവൻ ദൈവരാജ്യത്തെ കുഴിച്ചു മൂടി, ദൗത്യത്തെ മറച്ചു വെച്ചു. എന്നിട്ട് വിചാരിച്ചു അവന് സർവൈവ് ചെയ്യാമെന്ന്. എവിടെ പോയി വീണു? വായിച്ചു നോക്കണം. അതുകൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ ഇടവേള അവന് ഉറക്കം തൂങ്ങുന്ന സമയമായി, പാസിവിറ്റിയായി, സേഫ് പ്ലേയിങ് ആയി, തന്നെ തന്നെ സംരക്ഷിക്കുന്ന ഇടവേളയായി. 2, വെറുപ്പിൻ്റെ ആക്ഷേപം. ഈ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ചില പശു നമ്മളെ ഇങ്ങോട്ട് കുത്താൻ വരും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലേ? അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം ഇങ്ങോട്ട് കുത്താൻ വരും. ഇയാൾ ഈ ഒരു താലന്ത് കൊണ്ടുവന്ന് യജമാനൻ്റെ കൈ വെച്ചേച്ച് ഒരു പ്രസംഗം അങ്ങ് ചെയ്തു. എന്താ പ്രസംഗിച്ചത്? ഇയാളെ പോലൊരു മോശം, യു ആർ ആൻ അൺഫെയർ, ഇമ്പോർട്ടൻറ്റ്, ക്രൂവൽ മാൻ. നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനാണ്. മത്തായി ഇത് ഓർത്തിട്ട് എഴുതിയാണോ ഇല്ലയോ എന്നറിയത്തില്ല, എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു, 1-ാം അധ്യായത്തിലെ വിതയും ഈ ഒടുവിലത്തെ ഉപമയിലും ഒരു വിതയുണ്ട്. നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയാണ്. പക്ഷെ 1-ാമത്തെ ഉപമയിൽ എന്താണ്? അവൻ എല്ലായിടവും വിതയ്ക്കുന്നവനാണ്. അവൻ ഒന്നും മാറ്റിവെക്കാതെ വിതയ്ക്കുന്നവനാണ്. എന്നിട്ടും അവനെതിരെയുള്ള ആരോപണം എന്താണ്? നീ വിതയ്ക്കാതെ കൊയ്യുമെന്ന്. നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്ന കഠിന മനുഷ്യനെന്ന് അറിഞ്ഞ് ഞാൻ ഭയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഭയം ഉണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയപ്പെട്ടു എന്ന് പറയുന്നത് വലിയ കള്ളത്തരമാണ്. ഈ യജമാനനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു അല്പമെങ്കിലും ഇങ്ങേര് പ്രവർത്തിച്ചേനെയും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ കാലാവസ്ഥ ഇയാൾക്കെതിരെ ആയതുകൊണ്ട് ഒന്നുകിൽ ഇയാൾ വരത്തില്ല, വന്നാലും ഇയാൾക്ക് ബലം കാണത്തില്ല, ബലം ഉണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യത്തില്ലെന്നാണ് അയാൾ പറഞ്ഞത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഭയമുണ്ടായി എന്ന് പറയുന്നത് ഒരു ഉപരിപ്ലവമായ പ്രസ്താവനയാണ്. ഒരു ഭയവുമില്ലായിരുന്നു. ഈ യജമാനൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവത്തെക്കുറിച്ചോ ഒരു ഭയവുമില്ലാതെയാണ് ഇയാൾ ഈ ഇടക്കാലത്ത് സുഖിച്ചുകൊണ്ടിരുന്നത്. ദൈവരാജ്യത്തെ കുഴിച്ചു മൂടിയത് ദൈവരാജ്യത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഭയമില്ലാഞ്ഞതുകൊണ്ടാണ്. He tried to fence himself. അവൻ്റെ സൗകര്യം അതിന് കോട്ട കെട്ടി. പക്ഷേ ആ കോട്ടയ്ക്കകത്ത് കുഴിച്ചു മൂടപ്പെട്ടു. He lost all the festivity. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 4-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
വഴിക്കണ്ണുള്ള വിശ്വാസികൾ. യേശു ഈ 2 തരം ദാസന്മാരെ അവതരിപ്പിച്ചതിന് ശേഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന എന്താണ്? ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ശരിയാണോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് പറയുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഉപമ ഉടനെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, ഇത് കാശിൻ്റെ കാര്യമല്ലയോ, കാശില്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും എന്ന് നമ്മൾ അതിനെ ലിറ്ററലായി കണ്ട് ഈ ഉപമയെ നമ്മൾ ഒരുപക്ഷെ വിമർശിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ 1 ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതേ വാചകമാണ് അവസാന ഉപമ പറഞ്ഞും യേശു അവസാനിപ്പിക്കുന്നതായി മത്തായി എഴുതിയിരിക്കുന്നത്. മത്തായി 13:12 നമ്മൾ എന്ത് വായിക്കുന്നു? ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ. ഏത് ഉപമ പറഞ്ഞിട്ട്? വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞിട്ട്. ഇവിടെ താലന്തിൻ്റെ ഉപമ പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിങ്ങളെ സുവിശേഷത്തിൻ്റെ സുവർണ ദൂത്, ഞാൻ നിങ്ങളെ ദൗത്യം, ദൈവരാജ്യത്തിൻ്റെ ദൗത്യം വിതറാനും വ്യാപാരം ചെയ്യാനും ഏൽപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ചാൽ നിങ്ങൾ 30, 60, 100 മേനി കൊയ്യും. ലഭിച്ചത് ഉപയോഗിക്കാതിരിക്കുന്നവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കും. കാരണം ദൈവരാജ്യത്തിൽ പാഴാക്കാൻ വകുപ്പില്ല. ദൈവരാജ്യം അത് വ്യാപിക്കാനുള്ളതാണ്, ദൈവരാജ്യം അത് വർദ്ധിക്കാനുള്ളതാണ്, കുഴിച്ചു മൂടാനുള്ളതല്ല. കുഴിച്ചു മൂടുന്നവനിൽ നിന്ന് ആ കുഴിച്ചു മൂടിയതുകൂടെ എടുത്ത് ഇതിന് അധ്വാനിക്കുന്നവന് കൊടുക്കും. കാരണം 100 മേനി വിളയുന്നത് ദൈവം നൽകുന്നതാണ്. ആ ദൈവം നൽകുന്ന വഴി വിവിധ തരത്തിലുള്ളതാണ്. വിതയ്ക്കുന്നവൻ 100 മേനി ഫലമുണ്ടാകും. ഒന്നും ചെയ്യാത്തവൻ ഒന്നുമില്ലാത്തവനായി അവസാനിക്കും. അതുകൊണ്ട് ഒന്നും ലഭിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി മെയ് അനങ്ങാത്തവനെ ദൈവരാജ്യത്തിന് ആവശ്യമില്ല എന്ന അർത്ഥമാണ് യേശു ഇവിടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപമ നമ്മളോട് എന്തു പറയുന്നു? ഈ ഉപമ പറയുന്നു, നമ്മൾ വഴിക്കണ്ണുള്ളവരായിരിക്കണം. എന്ത് വഴി? ഈ പറഞ്ഞ വഴികൾ. വഴി പോയവൻ തിരികെ വരുന്നു. ഈ തിരികെ വരുന്ന ഇടവേളയിൽ നമ്മുടെ കണ്ണ് എന്തിലായിരിക്കണം? ഈ വരുന്നവന് വേണ്ടിയുള്ള ജോലി ഈ ലോകത്തിൽ ചെയ്യാനുള്ള കാഴ്ചയുള്ളവരായി നമ്മൾ മാറണം. അതുകൊണ്ട് ഈ ലോകത്തെ പേടിച്ച് ദൗത്യം കുഴിച്ചു മൂടാനല്ല, കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഉറക്കം തൂങ്ങാനല്ല, രാഷ്ട്രീയമായി പകപോക്കലുകൾ, എതിരാളികൾ വർദ്ധിക്കുമ്പോൾ സ്വന്തം സൗകര്യവും സുരക്ഷിതത്വവും കാംക്ഷിച്ച് ഈ ദൗത്യത്തെ മറച്ച് കുഴിച്ച് വെക്കുന്നതിനല്ല, അവൻ്റെ അസാന്നിധ്യത്തിൽ അവൻ്റെ സാന്നിധ്യമായി, അവൻ്റെ അപ്രിയ കാലത്തിൽ വിശ്വസ്തരായി, അവൻ്റെ അനിശ്ചിതമായ തിരിച്ചുവരവിൻ്റെ കാലയളവിൽ അധ്വാനികളായി തീരാനുള്ള വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദ പീരിയഡ് ഓഫ് വെയിറ്റിംഗ് ഈസ് ഫോർ വർക്കിംഗ്. കാത്തിരിപ്പിൻ്റെ കാലം എന്തിനു വേണ്ടിയാണ്? അത് കുത്തിയിരിക്കാനുള്ളതല്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനല്ല, കുതിച്ച് പായാനാണ്. കാത്തിരിപ്പിൻ്റെ കാലം കുത്തിയിരിക്കാനുള്ളതല്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ളതല്ല, കുഴിച്ചിടാനുള്ളതല്ല, കുതിച്ച് എഴുന്നേറ്റ് കുതിച്ചു പായാനാണ്. ആർക്ക് വേണ്ടി? ഈ വീണ്ടും വരുന്ന കർത്താവിന് വേണ്ടി. അതുകൊണ്ട് വിശ്വാസികളായ നാം കാത്തിരിക്കേണ്ടത് എങ്ങനെയാണ്? ഈ കർത്താവിന് വേണ്ടി ഓരോ നിമിഷവും അവിരാമമായി, അവിശ്രമമായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്.
അതുകൊണ്ട് കാത്തിരിപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ജോലിയാണ്. കർത്താവ് വരുവാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം കർത്താവിനോട് പറയുന്നു, കർത്താവെ നീ നിൻ്റെ സമയത്ത് വന്നു, നീ വരാൻ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു കുറവും ഉണ്ടാക്കുകയില്ല. Your absence will not be felt because we are here as your representatives, as your agents. Whatever be the climate, whatever be the situation, we are here. So you take your time. നീ വരുന്ന സമയത്ത് വന്നു, പക്ഷെ ഞങ്ങൾ അതുവരെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല, ഞങ്ങൾ ഉഷാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നാളെ ഈ മാരാമൺ കൺവെൻഷൻ അവസാനിപ്പിച്ചിട്ട് ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? നീ നിൻ്റെ സമയത്ത് വന്നോളൂ, അതുവരെയും ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കും. നമ്മുടെ പാവപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നിരുന്ന് ഒരു പാട്ട് പാടുമായിരുന്നു. പാവപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും എന്ന് ഞാൻ പറഞ്ഞത് വലിയ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞ അപ്പച്ചനും അമ്മച്ചിയും. ഏത് പാട്ടായിരുന്നു അറിയാവോ? ക്രിസ്തൻ്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു, വിശ്രമവാസത്തിലാകുമോ നാം, ഏതിനും ഒരുങ്ങുകൻ ആത്മാവേ, ഉണരുക നീയൻ ആത്മാവേ, ചേരുകൻ യേശുവിൻ അരികിൽ നീ, തുണയവനല്ലാതാരുള്ളി, ഏഴകൾ നമ്മെ പാലിപ്പാൻ. കൊച്ചുവെളുപ്പാങ്കാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് അക്ഷരമറിയാതിരുന്ന അപ്പനും അമ്മയും പാടി. ഇന്നെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ക്രിസ്തൻ്റെ കാഹളം ഊതുന്ന ധ്വനി ഇന്ന് സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. വിശ്രമവാസത്തിലാകുമോ നാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ നീ വീണ്ടും വരുമോ എന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെടുമോ എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പറയുന്നു, ഏതിനും ഞാൻ ഒരുക്കമാണ്, ഏതിനും ഞാൻ ഒരുക്കമാണ്. ഈ പാട്ട് പാടുമ്പോൾ ഞാനൊരു വാചകം കൂടെ മനസ്സിൽ പറയും, കർത്താവേ നീ വന്നാൽ അങ്ങനെയാവട്ടെ, ഞാൻ മരിച്ചാൽ അങ്ങനെയാവട്ടെ. ഇത് രണ്ടുമല്ലെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി ജീവിപ്പാൻ എന്നെ സഹായിക്കണം. Are you ready? Ready for the Lord to come? Ready for the Lord to call us? Or ready to represent Him in whatever situation we are? And that is our readiness. ദൈവരാജ്യത്തിന് വേണ്ടി വീണ്ടും വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ ദിനത്തിൽ ഈ കർത്താവിൻ്റെ അടയാളമായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി നാം ഈ ലോകത്തിൽ നിൽക്കാനാണ്. ആ വലിയ ഉറപ്പിൽ നമുക്ക് പറയാം, ആമേൻ കർത്താവേ വേഗം വരണമേ.